ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് എന്തായിരുന്നു? നമ്മുടെ ഫ്ലൂയിഡ് ഡൈനാമിക്സിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ തന്നെ നമുക്ക് നമ്മളുടെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, അതായത് ബെർണോളിസ് തിയറം, ഓക്കെ, അങ്ങനെ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസും ലോസ് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ഫ്ലൂയിഡ്സിന്റെ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പോയ്സലീസ് ഇക്വേഷൻസും പോയ്സലീസ് ലോയൊക്കെ നമ്മൾ എന്ത് ചെയ്തു അവിടെ പറഞ്ഞു. പിന്നെ ആ ഒരു ഫ്ലോയുടെ നാച്ചർ എങ്ങനെയാണ് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ ആ ഒരു വിസ്കോസിനെ കുറിച്ചും പിന്നെ റെനോൾഡ് നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സുകളിൽ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ദാറ്റ്സ് അബൌട്ട് ദ ഇതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഇന്ന് തന്നെ ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ് ഉണ്ട്. ഓക്കെ, എന്തുണ്ട് ആ ഡിഫ്യൂഷൻ? നിങ്ങൾ ഡിഫ്യൂഷനെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ ഈ ഒരു ഫ്ലൂയിഡ്സ് ഒക്കെ എന്താണ് റാൻഡം മോഷൻ എക്സിക്യൂട്ട് ഫ്ലൂയിഡ്സിലെ മോളിക്യൂൾസ് എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? വിച്ച് വിൽ ബി എക്സിക്യൂട്ടിങ് റാൻഡം മോഷൻസ്. ഓക്കെ, റാൻഡം മോഷൻസ് ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? ഇവര് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ അല്ലെങ്കിൽ അത്തരം പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എന്ത് പറയുന്നത്? ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് നോക്കേണ്ടതിനെ കുറിച്ചിട്ടാ ദാറ്റ്സ് അബൌട്ട് ദ ഡിഫ്യൂഷൻ. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്നും പിന്നെ അതുപോലെ തന്നെ ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർട്ടീസ്, ഓക്കെ, ദെൻ അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ഡിഫ്യൂഷൻ എന്നും പിന്നെ ആ ഒരു ഡിഫ്യൂഷനുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഈ ഒരു സെക്ഷനിൽ മെയിൻലി നോക്കേണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ ടോപ്പിക്കിന്റെ ഹെഡിങ് വന്നിട്ട് മോളിക്കുലർ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്നാണ്. ഓക്കെ, എന്താണ് ഈ ഒരു ടോപ്പിക്കിന്റെ ഹെഡിങ് വരുന്നത്? ദാറ്റ് ഈസ് മോളിക്കുലർ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്നാണ് കേട്ടോ. ട്രാൻസ്പോർട്ട് ഫിനോമിന. അപ്പൊ ഇതിൽ ഈ മോളിക്കുലർ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന് പറയുമ്പോൾ ഇതിൽ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാ. ഈ മോളിക്കുലർ ട്രാൻസ്പോർട്ട് ഫിനോമിന എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓക്കെ നമുക്ക് എന്തുണ്ട്? മോളിക്യൂൾസ് ഉണ്ട് ബോഡിയിലും, ഫ്ലൂയിഡ്സും അതുപോലെ സെൽ ടിഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവും? വിൽ ബി എ ചാൻസ് ഓഫ് എന്തുണ്ടാവും? മോളിക്യൂൾസും അതുപോലെ തന്നെ എന്താ ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഇത്തരം നമ്മുടെ ബോഡി പാർട്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഓസ്മോസിസ് പ്രോസസ് വഴിയിട്ടൊക്കെ ഓസ്മോസിസ് പ്രോസസ് വഴിയൊക്കെ പ്യൂരിഫിക്കേഷനും ബ്ലഡ്സിന്റെ പ്യൂരിഫിക്കേഷൻ അങ്ങനത്തെ പല പ്രോപ്പർട്ടീസ് എന്തിനുണ്ട് അവിടെ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നത് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മളിപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ മിക്കപ്പോൾ നമ്മൾ ബയോളജി കൂടി ഇതിനകത്ത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഫിസിക്സിന്റെ ആപ്ലിക്കേഷൻ നമുക്ക് ഇങ്ങനെ ബയോളജിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ബയോളജിയിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ഫിസിക്സിന് എന്തൊക്കെ അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഓക്കെ, ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിലവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ആ ഒരു വേഗമാണ് ഈ ഒരു ക്ലാസ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഈ ഒരു സെക്ഷൻ നമ്മൾ നോക്കിയത്. നമ്മുടെ ആ ഒരു ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിനകത്തും ലാസ്റ്റ് ടോപ്പിക് എന്നിട്ട് പ്രഷർ ഇൻ ബോഡീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ലങ്സിൽ, കിഡ്നി, അതുപോലെ ഹാർട്ടില്, ഓക്കെ, ബ്ലഡ് പ്രഷർ, ഓക്കെ, സ്പൈനൽ കോളം, സ്കൾ ബ്ലാഡർ, ഓക്കെ, യൂറിൻ ബ്ലാഡർ, അവിടേക്കുള്ള പല പ്രഷേഴ്സും നമ്മൾ എന്തിട്ടുണ്ടായിരുന്നു അതവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത് അവിടെ ഡിസ്കസ് ചെയ്തിട്ട് പോകുന്നത്. സോ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ഡിഫ്യൂഷൻ ഫിനോമിന നടക്കുന്നത്, ഓക്കെ, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എങ്ങനെ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്സ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലെ നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു മോളിക്യൂൾസ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലിക്വിഡ്സ് അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ്സ് എടുക്കുന്നു. ഓക്കെ, ഒരു ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് ഫ്ലൂയിഡ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ്സ് ഇപ്പോൾ വാട്ടർ നമ്മൾ എടുക്കുവാണ്. അപ്പോൾ നമ്മളിങ്ങനെ വാട്ടർ എടുത്ത് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റും? നമ്മളിപ്പോൾ ഇങ്ങനെ വാട്ടർ നോക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ മോളിക്യൂൾസിനകത്ത് അല്ലെങ്കിൽ വാട്ടറിനകത്ത് എന്താ ഈ മോളിക്യൂൾസ് എന്ത് ചെയ്യുക ഇങ്ങനെ റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു കുറച്ച് ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ വാട്ടർ എടുത്തിട്ട് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? അതവിടെ വിച്ച് ഈസ് അറ്റ് റെസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ലിക്വിഡ് എന്തായിരിക്കും റെസ്റ്റിൽ നമ്മൾ കൺസിഡർ ചെയ്യും. ബട്ട് ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുത്തെ ആറ്റംസും മോളിക്യൂൾസ് എന്ത് ചെയ്യാണ്? ദ ആറ്റംസ് ആൻഡ് ദ മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ. ഓക്കെ, ഇവിടുത്തെ ആറ്റംസും മോളിക്യൂൾസും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ കോൺസ്റ്റന്റ്ലി മൂവിങ്. ഓക്കെ, അവർ എന്ത് ചെയ്യാണ്? കോൺസ്റ്റന്റ്ലി അവിടെ മൂവ് ചെയ്യുവാണ്. മനസ്സിലായോ? ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്? ദേ ആർ കോൺസ്റ്റന്റ്ലി മൂവിങ്. ഓക്കെ, അവരപ്പോൾ ഒരു റാൻഡം മോഷൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ,
നമ്മൾ ഈ ഒരു മൂവ്മെന്റിനെ പറഞ്ഞ പേരുണ്ട്. അതായത് ഒരിക്കൽ ഒരു മോളിക്യൂൾസ് ഇവിടെ നിൽക്കുന്നു, കുറച്ചും എന്ത് ചെയ്യും, ഈ മോളിക്യൂൾസ് നേരെ താഴോട്ട് ഇങ്ങോട്ട് വരും, കുറച്ചും എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകും. ഓക്കെ, കുറച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇവരൊരു റാൻഡം മോഷൻ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ റാൻഡം മോഷനെ നമ്മൾ പറയുന്ന പേര് ഇറ്റ് ഈസ് കോൾഡ് ആസ് എ റാൻഡം വാക്ക് എന്ന് പറയാറുണ്ട്. ഓക്കെ, എന്താണ് റാൻഡം വാക്ക്? ഓക്കെ, മനസ്സിലായോ എന്താണ് റാൻഡം വാക്ക്? അപ്പൊ എന്താണ് റാൻഡം വാക്ക് എന്ന് പറയുന്നത്? the atoms and molecule constantly moving at any temperature. Okay, ഒരു ടെമ്പറേച്ചർ, ഗിവൺ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും, ഇവരിങ്ങനെ റാൻഡം മോഷൻസ് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ ഒരു റാൻഡം മോഷൻ നമുക്ക് കാണണമെന്നില്ല, ഓക്കെ, നമുക്ക് ഒബ്സർവബിൾ ആവണമെന്നില്ല. ബട്ട് ചില സമയത്ത് നമ്മൾ അത്യാവശ്യം ചില ഫ്ലൂയിഡ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തോട് ഇങ്ങനെ ചെറിയ മോളിക്യൂൾസ് ഒന്നും മൂവ് ചെയ്യുന്നതല്ല, ബട്ട് അതിനകത്ത് തന്നെ ചെറിയ പാർട്ടിക്കിൾസ് ഇങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്ത് പറയാം, അവര് നമ്മളിപ്പോൾ റെസ്റ്റിലെന്ന് കൺസിഡർ ചെയ്താലും ആക്ച്വലി മോഷൻ. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റാൻഡം മോഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതില് നമ്മൾ ഡിഫ്യൂഷൻ എന്നൊരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് ഡിഫ്യൂഷൻ? അപ്പൊ ഈ ഡിഫ്യൂഷൻ നമ്മൾ പറയുന്ന സമയത്ത് എന്താ ഡിഫ്യൂഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും? നമ്മളിപ്പോ ഡിഫ്യൂഷൻ എന്ന് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് that is diffusion എന്താണ്? It is a process by which the substance move due to its random thermal motion. Okay, അതായത് നമ്മുടെ ഈ ഒരു സബ്സ്റ്റൻസ്, ഓക്കെ, അതിലുള്ള സബ്സ്റ്റൻസ് എന്തുണ്ട്, അവരവിടെ which is a random motion. എന്തുകൊണ്ട് റാൻഡം മോഷൻ കണ്ടക്ട് ചെയ്യുന്നത്? അവർ ആ റാൻഡം മോഷൻ കണ്ടക്ട് ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത് അവിടെ എന്തുണ്ട്, തെർമൽ എക്സൈറ്റേഷൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തെർമലി, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തുണ്ട്, നമ്മളിപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യിപ്പിക്കുകയോ, ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, they were at a random motion. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഒക്കെ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു റാൻഡം മോഷൻ എന്ത് ചെയ്യാണ്, അവരവിടെ എക്സിക്യൂട്ട് ചെയ്യണം. മനസ്സിലായോ? ഓക്കെ, they were at a random motion and then will be executing എന്ത് ചെയ്യുന്നുണ്ട്, ഒരു റാൻഡം മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്ത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന, അപ്പൊ നമ്മൾ ആ ഡിഫ്യൂഷൻ പ്രോസസ് എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, അതിനെ കുറച്ച് നമുക്ക് എന്തിനാ അവിടെ നമുക്ക് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ഇതിൽ ഡിഫ്യൂഷന്റെ ബെറ്റർ എക്സാമ്പിൾ എന്നറിയാമോ, എങ്ങനെ നമ്മൾ ഡിഫ്യൂഷൻ നമുക്ക് ഡെയിലി ലൈഫിൽ കാണാൻ പറ്റുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എന്തെങ്കിലും നല്ലൊരു ഫുഡ് കഴിക്കുന്നുണ്ട്, ഓക്കെ, ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോട്ടലിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും വെഡിങ് സെറിമണിക്ക് പോകുന്ന സമയത്ത് അവിടെ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ശരിക്കും അടുക്കളയിൽ പോയതിനു ശേഷം അറിയുന്നത് അല്ല. നമ്മളിപ്പോൾ എൻട്രൻസിൽ എത്തുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ പല ഫുഡ് ഐറ്റത്തിന്റെയും ആ സ്മെല്ല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിന്ന് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു സ്മെല്ല് അടിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന ഫുഡാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഗസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അവിടെ ഈ ഒരു ഫുഡ് ഐറ്റംസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം ഇരിക്കുന്ന സമയത്ത് ഐസ്ക്രീമിന്റെ സ്മെല്ലാണ് നമുക്ക് അടിക്കുന്നത്, അതും അവിടെ വയ്ക്കുന്ന ചിക്കൻ ബിരിയാണിയുടെ സ്മെല്ലായിരിക്കും. ഓക്കെ, ഏതിന്റെ സ്മെല്ലാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റുന്നത്? ഒരു കേസിൽ ഒരു സ്ഥലത്ത് കുറച്ച് ഐസ്ക്രീം വെച്ചിട്ടുണ്ട്, അതേസമയം ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഷവർമ അങ്ങനെ എന്തെങ്കിലും ഫ്രൈ ചെയ്യുന്ന വെച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ ഐസ്ക്രീമിന്റെ സ്മെല്ലായിരിക്കും നമുക്ക് അറ്റ് ഡിസ്റ്റൻസ്, ഒരുപാട് ഡിസ്റ്റൻസ് അറിയാൻ പറ്റുന്നത്. അത് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈയുടെ സ്മെല്ലായിരിക്കും. ഏതിന്റെയാ? ചിക്കൻ ഫ്രൈയുടെ സ്മെല്ല. എന്തുകൊണ്ടാ? ബിക്കോസ് അവിടെ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി ഉണ്ട്. ഈ ഡിഫ്യൂഷൻ ഫിനോമിന വഴിയാണ് നമ്മുടെ ഫുഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഈ ഒരു ഫുഡിന്റെ ഓർഡർ നമ്മൾ നമ്മുടെ നോസിലോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, വേറൊന്നും വേണം, നമ്മുടെ വീട്ടിൽ മീൻ പൊരിക്കുന്ന സമയത്ത് അടുക്കള വെച്ച് മീൻ പൊരിച്ചാലും ഏത് മുറിയിൽ ഇരുന്ന് നമുക്ക് അറിയാൻ പറ്റും മീൻ പൊരിക്കുന്നുണ്ടെന്ന്. ഓക്കെ, അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചൊന്ന് അത്യാവശ്യം അത്രയും ഹീറ്റ് ആകാത്ത നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കുക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല, അറിയാൻ പറ്റില്ല. ഓക്കെ, എന്തുകൊണ്ടാ? ബിക്കോസ് ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഡിഫ്യൂഷൻ പ്രോസസ് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് അവിടെ ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസിൽ ഇതിന്റെ ഓർഡർ ട്രാവൽ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ദൂരത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്മെല്ല് അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ ഈ ഡിഫ്യൂഷൻ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നു, ഈ ഫുഡ് മോളിക്യൂൾസിനെ ഫുഡ് പാർട്ടിക്കിൾസിന്റെ ഓർഡർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എയർ മീഡിയമായിട്ട് അവിടെ മിക്സപ്പ് ആവുന്നുണ്ട്. മിക്സപ്പ് ആയി പെട്ടെന്ന് അത് സഞ്ചരിക്കുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ഡിഫ്യൂഷൻ റേറ്റ് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ബട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇറ്റ് ഇസ് എ വെരി സ്ലോ പ്രോസസ്. ഓക്കെ, ഒരു ഫാസ്റ്റ് പ്രോസസ് ഒന്നുമല്ല. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇപ്പോൾ മീൻ പൊരിക്കുന്ന സമയത്ത് ജസ്റ്റ് ആ മീൻ പൊരിച്ച ഉടനെ നമ്മുടെ ഇതിലോട്ട് സ്മെല്ല് വരും, അടുത്ത് നിന്നാൽ കിട്ടും. ഓക്കെ, ബട്ട് ദൂരോട്ട് നിന്ന സമയത്ത് ഒരല്പം കഴിയുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ് നമ്മൾ നിൽക്കുന്നത്, ഇപ്പോൾ ഗേറ്റിന്റെ അടുത്തോട്ടോ അല്ലെങ്കിൽ കുറച്ച് ദൂരത്ത് നിൽക്കുന്ന വെച്ചോളൂ. ഓക്കെ, അടുത്ത വീട്ടിൽ നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അടുത്ത വീട്ടിലുള്ള ആള് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ മീൻ പൊരിച്ച ഉടനെ എന്ത് ചെയ്യണം, ഒരു അല്പസമയം കഴിയണം. ഓക്കെ, അത് വെച്ച ഉടനെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് അത് സ്മെല്ല് അറിയാൻ പറ്റില്ല. അപ്പൊ ഇത് ഒരു സ്ലോ പ്രോസസ്സാണ്. ഓക്കെ, മനസ്സിലായോ? ഡിഫ്യൂഷൻ ഇസ് എ സ്ലോ പ്രോസസ് ഓവർ എ ലാർജ് ഡിസ്റ്റൻസ്. ഓക്കെ, അതായത് ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് ഇത് എന്താവുന്നുണ്ട്, ഇറ്റ്സ് ബിക്കമിങ് എ സ്ലോ പ്രോസസ്. ഓക്കെ, ലാർജ്
distance. Okay, this is slow process over a large distance because molecules dense material experience frequent collision that can scatter them in various direction. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ഡിഫ്യൂഷൻ സ്ലോ പ്രോസസ് ആവാനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്? കാരണം ഈ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ലോങ്ങർ ഡിസ്റ്റൻസിലോട്ടാണ് പോകുന്നത് പറഞ്ഞു. ഓക്കെ, ലോങ്ങർ ഡിസ്റ്റൻസിലോട്ട് ഡിഫ്യൂഷൻ പ്രോസസ് നടക്കാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ലോങ്ങർ ഡിസ്റ്റൻസിലോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം ഇതിനകത്തുള്ള മോളിക്യൂൾസ് എന്താണ്? അത്യാവശ്യം ഡെൻസർ മോളിക്യൂൾസ് ആയിരിക്കും. എന്തായിരിക്കും? ഡെൻസർ മോളിക്യൂൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഡെൻസർ മോളിക്യൂൾസ് ആണെങ്കിൽ തന്നെ ഇവർ പരസ്പരം എന്ത് ചെയ്യാം? ഇതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ എയർ മീഡിയമായിട്ട് മിക്സപ്പ് ആയി എന്ത് ചെയ്യുന്നുണ്ട്? ഇവരവിടെ എന്ത് ചെയ്യാം? മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് ഇവർ പരസ്പരം എന്ത് ചെയ്യാം? there will be frequent collision. ഓക്കെ, എന്തായിട്ട് വരാം? frequent collision. ഓക്കെ, ഫ്രീക്വന്റ് കൊളിഷൻസ് എന്ത് ചെയ്യാം? അവിടെ സംഭവിക്കാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു ഫ്രീക്വന്റ് കൊളിഷൻ സംഭവിച്ചാൽ എന്ത് പറ്റും? കൊളിഷൻ സംഭവിച്ച് സ്കാറ്ററിങ്. ഓക്കെ, അപ്പൊ എങ്ങോട്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് എന്ത് ചെയ്യും? അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് മാറിപ്പോകും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രോസസ്സ് വരുന്ന കാരണം എന്ത് ചെയ്യും? ഇതൊരു സ്ലോ പ്രോസസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇവർ പരസ്പരം കൊളിഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ശരിക്കും ഇതിൽ എത്ര ഡിസ്റ്റൻസ് ആണ് ഇത് സഞ്ചരിക്കുന്നത്? ഓക്കെ, അതായത് ഒരു മോളിക്യൂൾസിന് ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് എത്ര ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ പറ്റും എന്ന് പറയുന്നത് നമുക്കൊരു ആവറേജ് വാല്യൂ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഡിഫ്യൂഷൻ നമ്മൾ നോക്കുന്നു. അപ്പോൾ ഡിഫ്യൂഷൻ നടക്കുന്ന ഒരു മോളിക്യൂൾ, ഇപ്പോൾ ഇതൊരു മോളിക്യൂൾ ആണ്, നമ്മുടെ എന്തെങ്കിലും ഒരു ഫുഡ് പാർട്ടിക്കിളിന്റെ മോളിക്യൂൾ എന്ന് വെച്ചോളൂ. ആ മോളിക്യൂൾ എന്ത് ചെയ്തു? നമ്മുടെ എയറുമായിട്ട് മിക്സപ്പ് ആയി. പക്ഷേ മിക്സപ്പ് ആയിട്ട് കുറച്ച് മെല്ലെ അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ. ഓക്കെ, ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രോബ്ലം? ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന എന്താണ്? ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു എയർ മോളിക്യൂൾസ് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, അതിലാണ് നമ്മൾ ഫുഡ് പാർക്കിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പൊ എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്റ്റ് പറയാൻ പറ്റില്ല. കാരണം ഇതിവിടെ എത്തുന്ന സമയം എന്ത് ചെയ്യും? ഈ പാണ്ടിൽ തട്ടിട്ട് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അടുത്ത് ഇവിടെ തട്ടിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റില്ല ഇത് എങ്ങോട്ടാണ് പോകുന്നുള്ള കേസിൽ. ഓക്കെ, സോ അതുകൊണ്ട് നമ്മളിവിടെ എന്തെടുക്കുന്നത്? ഇതിന്റെ ആവറേജ് വാല്യൂസ് എടുക്കുന്നത്. അപ്പൊ ആവറേജ് വാല്യൂസ് എടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെ ആവറേജ് ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. വി ആർ ടേക്കിംഗ് ദ RMS വാല്യൂ. ഓക്കെ, നമ്മളിവിടുത്തെ ഡിസ്റ്റൻസിനെ XRMS എന്ന് എടുക്കും. ഓക്കെ, എന്താണ്? XRMS which is equal to root of 2 into dt. ഓക്കെ, എന്താണ്? XRMS equal to root of 2 into dt. ഓക്കെ, അപ്പൊ അതായത് XRMS റെപ്രസെന്റ് ആവറേജ് ഡിസ്റ്റൻസ്. ഓക്കെ, ഈ XRMS എന്ന് പറയുന്നത് ഇവിടുത്തെ എന്താണ്? ആവറേജ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ആവറേജ് ഡിസ്റ്റൻസ്. അപ്പൊ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളത് നമ്മുടെ XRMS വാല്യൂ പറയുന്നുണ്ട്. ഓക്കെ, എത്ര ദൂരം സഞ്ചരിച്ചു ആര് പറയുന്നുണ്ട്? ഇറ്റ് ഈസ് ഗിവൻ ബൈ അവർ XRMS വാല്യൂ. ഓക്കെ, XRMS വാല്യൂ പറയുന്നുണ്ട്. ഈ D എന്ന് അറിയാവോ? D എന്ന് പറയുന്നത് ഈസ് ദ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, D എന്താണ്? D ഈസ് ദ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഫോർ എ സ്പെസിഫിക് മോളിക്യൂൾ. ഓക്കെ, അപ്പൊ അത് ഓരോ മോളിക്യൂളിനും നമ്മുടെ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്തായിരിക്കും? വേരിഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഓരോ മോളിക്യൂൾസ് മാറുന്നതനുസരിച്ചിട്ടും ഡിഫ്യൂഷൻ വാല്യൂ എന്ത് ചെയ്യും? ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ത് ചെയ്യും? അവിടെ വേരി ചെയ്യും. ഓക്കെ, ഓരോന്നിനും ഓരോതായിരിക്കും. ആൻഡ് അതുപോലെ ടി എന്ന് പറയുന്നത് എന്താണ്? ടി ഈസ് ദ ടോട്ടൽ ടൈം എലാപ്സ്ഡ്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ ടൈം. ഓക്കെ, എത്ര ടൈമാണ് ഇത് സഞ്ചരിച്ചത്? ഓക്കെ, അതാണ് അവിടെ എന്ത് പറയുന്നത്? ടി എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു XRMS നമുക്കവിടെ ഒരു ആവറേജ് വാല്യൂ ആണ്. നമുക്ക് എക്സാക്ട് ഒരു വാല്യൂ കിട്ടത്തില്ല. വി ആർ ഗെറ്റിംഗ് ഓൺലി ദ ആവറേജ് വാല്യൂ. സോ വി ആർ ടേക്കിംഗ് ഈ ആവറേജ് വാല്യൂസ് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് വാല്യൂസ് എടുക്കുന്നത്? റൂട്ട് മീൻ സ്ക്വയേഴ്സ് എടുക്കുന്നത്. എന്ത് വാല്യൂസ് ആണ്? RMS വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ എടുക്കുന്നത്. ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ ഒരു ടേം ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഡിഫ്യൂഷൻ കോൺസ്റ്റന്റിനെ നമ്മളിവിടെ അതിന്റെ യൂണിറ്റ് വന്നിട്ട് SI യൂണിറ്റ് വന്നിട്ട് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്സ് എന്നാണ് വരുന്നത്. ഓക്കെ, എന്താണ്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്സ്. കാരണം നമുക്കിപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മുടെ XRMS എടുക്കുന്നത്. XRMS is equal to root of 2 dt നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ റൂട്ട് മാറി നമുക്ക് സ്ക്വയർ ചെയ്യുന്നത്. സ്ക്വയർ ചെയ്യുമ്പോൾ x സ്ക്വയർ RMS ആയിട്ട് മാറും. x സ്ക്വയർ RMS is equal to 2 dt and d is equal to എന്ത് കിട്ടും? d is equal to x സ്ക്വയർ RMS ഡിവൈഡ് ബൈ എന്ത് വരും? ടി എന്ന് കിട്ടും. ഓക്കെ, ഡിയിലല്ലോ, ഡിയുടെ വന്നില്ല, ടി എന്ന് വരും. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ അതായത് അത് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ ഡിവൈഡ് ബൈ സെക്കൻഡ്സ്. കാരണം എന്ത് കിട്ടുന്നത്? നമ്മുടെ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്ക് എന്തായിട്ട് കിട്ടുന്നത്? മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്സ് ആയിട്ട് മാറുന്നത്. മനസ്സിലായി? അപ്പോൾ നമുക്ക് ഡിഫ്യൂഷൻ നമുക്ക് നോക്കിയാലോ, നമുക്കൊന്ന് ജസ്റ്റ് സിമുലേഷൻ നോക്കാം എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡിഫ്യൂഷൻ വരുന്നത് എന്നെ കുറിച്ചിട്ട്. ഓക്കെ, ഇപ്പോൾ നോക്കി ഇതിനകത്ത് ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം ഇതിനകത്ത്.
ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് ഇപ്പോൾ അതിനകത്ത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സസ്പെൻഡ് അല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇത് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ചിട്ടേ കണ്ട് ഇവിടെ റാൻഡം മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ മാറുന്നുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മുടെ ഒരു ബ്ലൂ കളർ ഇതിൻ്റെ ടെമ്പറേച്ചേഴ്സ് എന്ത് ചെയ്ത് അവിടെ കൂട്ടിയത്. ഓക്കെ, എന്ത് ചെയ്തു, ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്തു, അവിടെ ഇൻക്രീസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ടാവും. പാർട്ടിക്കിൾസിന്റെ സൈസ് വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട്. ദെൻ അതനുസരിച്ചിട്ട് തന്നെ ഇപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതൽ എന്ത് ചെയ്യും, കൊളിഷൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യും, കൊളിഷൻസ് എന്ത് ചെയ്യും, അവിടെ കൂടും. ഓക്കെ, അപ്പോൾ ഇതെന്ത് പറയാം, നമുക്കൊരു ഡിഫ്യൂഷൻ ഇതിപ്പോൾ മിക്സ് ആകുന്നില്ല. ഇപ്പോൾ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ മിക്സപ്പ് ആയി തുടങ്ങുന്നുണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ആ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്തിരുന്നു. ദെൻ അവിടെ ടെമ്പറേച്ചർ കൂട്ടി ഇട്ടിക്കുവാണ്. ഞാൻ മറ്റേ ടെമ്പറേച്ചർ നല്ല രീതിയിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ ടെമ്പറേച്ചർ കുറവാണ്, ഇവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നത് നമ്മളിപ്പോൾ ആ ഒരു ഡിവൈഡർ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ പരസ്പരം അങ്ങ് മിക്സപ്പ് ആവും. കണ്ടോ, എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ആരുടെ പെട്ടെന്ന് ഡിസ്ട്രിബ്യൂട്ട് ആയത്, നമ്മുടെ ഒരു ഹോട്ടർ ഓബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കുക്ക് ചെയ്യുന്ന സമയത്തും നമ്മൾ ഈ ചൂടായിട്ടിരിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിന്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഐസ്ക്രീം അടുത്ത് പോയി മണപ്പിച്ചാൽ അറിയാൻ പറ്റത്തുള്ളൂ ഐസ്ക്രീമിന്റെ ആ ഒരു സ്മെല്ല്. അതേസമയം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നല്ല ബോയിൽസ് എടുക്കുന്നതൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സൂപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് അവിടെ അറിയാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇറ്റ് ഈസ് ഡ്യൂ ടു ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഡിഫ്യൂഷൻ പ്രോസസ്സ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ പ്രോസസ് ഈസ് ഡിപ്പെൻഡിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പോൾ ഈ ഒരു സിമുലേഷൻ നമുക്ക് വേറെ ഒന്ന് രണ്ട് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പാരാമീറ്റേഴ്സും ഡാറ്റാസുകളും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണ്ട, ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻസ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്ത് അവിടെ വന്നത്. പിന്നെ ഒരു പർട്ടിക്കുലർ ടൈം കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇക്വിലിബ്രിയത്തിലെത്തും. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ ഏതാണ്ട് ഒരു ഇക്വിലിബ്രിയത്തിലായിരുന്നു. ഇവിടെ ആരോസിന്റെ മൂവ്മെന്റ് ഉണ്ടോ. ഓക്കെ, എങ്ങോട്ടാണ് ഫ്ലോ റേറ്റ് എന്നുള്ളത് ഏതാണ്ട് എന്തായി, രണ്ടിടത്തും റെഡ് പാർട്ടിക്കിൾസിന്റെയും നമ്മുടെ ഒരു ബ്ലൂ പാർട്ടിക്കിൾസിന്റെയും ഫ്ലോ റേറ്റ് ഏതാണ്ട് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, ഈക്വലൈസ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ്, ബിക്കോസ് ഇപ്പോൾ രണ്ടിന്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ആവറേജ് ടെമ്പറേച്ചർ നോക്കിയാൽ മതി, ഏതാണ്ട് സെയിം ആയിട്ടുണ്ട്. കേട്ടോ, രണ്ട് സൈഡിലും പാർട്ടിക്കിൾസിന്റെ എണ്ണവും ആവറേജ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, ഒരുപോലെ ആയിട്ടുണ്ട്. അതായത് ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ എത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി തന്നെ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് പാർട്ടിക്കിൾസ് എണ്ണ നല്ല കൂട്ടിയിട്ടുണ്ട്. കേട്ടോ, ഇതിന്റെ പാർട്ടിക്കിൾസ് എണ്ണ നല്ല കൂട്ടുവാണ്. ഓക്കെ, ഇവിടെ 200 ആക്കിയിട്ടുണ്ട്. ഇവിടെ ആകെ ഒരു 30 പാർട്ടിക്കിൾസേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒരു 30 പാർട്ടിക്കിൾസ് ഇതിനകത്ത് 40 പാർട്ടിക്കിൾസ് നിൽക്കുന്നുള്ളൂ. ടെമ്പറേച്ചർ ഇവിടെ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡ് ടെമ്പറേച്ചർ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ പാർട്ടിക്കിൾസ് എണ്ണമൊക്കെ നോക്കിയല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഡിവൈഡർ മാറ്റുമ്പോൾ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ആവും. അപ്പോൾ ആദ്യം ഇവരെ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ, മൊത്തത്തിലാവുന്നുണ്ട്. ബട്ട് കുറച്ച് കഴിയുമ്പോൾ ഫ്ലോ റേറ്റ് ഉണ്ട് ഇങ്ങോട്ട് കൂടുതൽ, കാരണം ടെമ്പറേച്ചർ കൂടിക്കുമ്പോൾ ഡിഫ്യൂഷൻ റേറ്റ് ഇങ്ങോട്ട് കൂടി നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, രണ്ടിന്റെ ടെമ്പറേച്ചർ ഏതാണ്ട് ഒരു സെയിം ആവും. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ ഏതാണ്ട് മിക്സപ്പ് ആയി വരുന്നുണ്ട്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, ഇങ്ങോട്ടായി വരും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് എന്തിന് ഡിപ്പെൻഡബിൾ ആണ്, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ദ ടെമ്പറേച്ചർ. ഓക്കെ, ടെമ്പറേച്ചറിനത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ഡിഫ്യൂസിങ് മോളിക്യൂൾസ് നോക്കുന്നല്ലോ. ഓക്കെ, ഡിഫ്യൂസിങ് മോളിക്യൂൾസ് നോക്കുന്ന സമയത്ത് നമുക്ക് ഓരോ മോളിക്യൂൾസിനും, ഓക്കെ, ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾസ് ഉണ്ട്, ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഓരോ മോളിക്യൂൾസ് കൺസിഡർ ചെയ്യുമ്പോഴും അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിഫ്യൂഷൻ കോൺസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതിന്റെ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഏതാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. പ്രോബ്ലം സെഷൻസ് ഒക്കെ ചോദിക്കുന്നത് നമുക്ക് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് തന്നിരിക്കും. ഓക്കെ, ഉണ്ടാവും. ഓക്കെ, ബട്ട് എന്നിരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് അത് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, എന്ത് ചെയ്യണം, അതിലിപ്പോൾ ഓക്സിജന്റെയോ ഓക്കെ അങ്ങനെയൊക്കെയുള്ള 1-2 ഡിഫ്യൂഷൻ വാല്യൂസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ആക്കി വെക്കുക. അതങ്ങനെ ഇന്നതിന്റെ ഡിഫ്യൂഷൻ വാല്യൂ എന്താണെന്ന് ചോദിക്കത്തില്ല. എന്നിട്ട് നമ്മളിപ്പോൾ പ്രോബ്ലം സെഷനിലാണെങ്കിൽ നമുക്കിപ്പോൾ തന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യണം ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഏതാണെന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്യണം, അവിടെ ഒന്ന് നോക്കി. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം ഓരോന്നിന്റെയും ഡിഫ്യൂഷൻ വാല്യൂസ് എങ്ങനെയാണ് വരുന്നതിനെ കുറിച്ചിട്ട്. ഓക്കെ, സോ നോക്കിക്കോളൂ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഉണ്ട്. ഓക്കെ, അത് മീഡിയം എന്താണെന്ന് പറയുന്നുണ്ട്. ഹൈഡ്രജൻ മോളിക്യൂൾ ആണെങ്കിൽ ദാറ്റ് ഈസ് എയർ മീഡിയത്തിലാണെങ്കിൽ 6.4 × 10⁻⁻5 ആണ് വരുന്നത്. ഓക്സിജൻ ആണെങ്കിൽ എയർ മീഡിയത്തിൽ 1.8 × 10⁻⁻15 -5 ഓക്സിജൻ O2. ഓക്കെ, അത് വാട്ടറിൽ മിക്സ് ആവുന്ന സമയത്ത്, ഓക്കെ മനസ്സിലായി, ഇത് ഓറിൽ മിക്സ് ആവുന്ന കേസാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഡിഫ്യൂഷൻ മനസ്സിലായി. ഇപ്പൊ നമ്മൾ തൊട്ട് മുൻപ് കണ്ടില്ലേ, ആ ഒരു നമ്മുടെ ബ്ലൂ കളർ ബോൾസിലൂടെ പാർട്ടിക്കിൾസിലൂടെ എന്ത് ചെയ്തു, റെഡ് കളർ മിക്സ് ആവും. അപ്പോൾ രണ്ട് ഇത് മിക്സ് ആവുന്ന സമയത്ത് ഡിഫ്യൂഷൻ പറയാൻ പറ്റും. ഇപ്പോൾ വെറുതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മൾ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്തായാലും നമ്മുടെ എയർ മീഡിയം നമുക്കിവിടെ ഉണ്ട്. അപ്പൊ എയർ മീഡിയത്തിലോട്ട് നമ്മുടെ ആ ഒരു കുക്ക് ചെയ്യുന്ന ഫുഡിന്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂൾസ് മിക്സപ്പ് ആവുന്ന കേസ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിജൻ വാട്ടറുമായിട്ട് മിക്സ് ആവുന്ന സമയത്ത് 1.1 × 10⁻⁻9 ആണ് ഡിഫ്യൂഷൻ റേറ്റ് വരുന്നത്, കോൺസ്റ്റന്റ് വരുന്നത്. അടുത്ത ഗ്ലൂക്കോസ് വാട്ടറിൽ മിക്സ് ആവുന്ന സമയത്ത് 6.7 × 10⁻⁻10 വരുന്നുണ്ട്.
ഹീമോഗ്ലോബിൻ ആണെങ്കിൽ 6.9 into 10⁻11. DNA സ്ട്രക്ചേഴ്സ് ഓർഗനിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് 1.3 into 10⁻12 ആണ് എന്ത് വരുന്നത്, ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതില് നമ്മുടെ മോളിക്യൂൾസ് ഇപ്പോൾ ഹെവിയർ ആവുന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ദാറ്റ് ഈസ് സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, അതായത് മോളിക്യൂൾസ് ഹെവിയർ ആണെങ്കിൽ നമ്മൾ എന്ത് സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ മോളിക്യൂൾസിന്റെ ഡയമീറ്റേഴ്സ് നമുക്ക് ഇവിടെ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പാർട്ടിക്കിൾസ് ഉണ്ട്, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കൗണ്ടബിൾ ആക്കാം. ഓക്കെ, ഞാനൊരു 15 പാർട്ടിക്കിൾസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ 14, 15. അപ്പോൾ ഞാൻ റേഡിയസ് ഒന്ന് കൂട്ടുവാണേ. ഓക്കെ, ഞാൻ റേഡിയസ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. റേഡിയസ് പിന്നെ പൈക്കോമീറ്ററിലാണ് നിൽക്കുന്നത്. ഓക്കെ, എന്നാൽ അത്യാവശ്യം നമുക്കൊന്ന് 250 മാക്സിമം, ഞാൻ മാക്സിമം കൊടുത്തു. ഓക്കെ, പാർട്ടിക്കിൾസ് എണ്ണം കുറഞ്ഞിരിക്കട്ടെ. ഓക്കെ, നോക്കിക്കൊള്ളൂ. അപ്പോൾ ഇതിലെ നമുക്ക് ആ ഒരു ഡിഫ്യൂഷൻ്റെ വാല്യൂസിൽ വ്യത്യാസം ഉണ്ട്. നമ്മളിപ്പോൾ ഡിവൈഡർ മാറുന്ന സമയത്ത് കണ്ടോ, മെല്ലെ എന്തിനുള്ളൂ അവർ പോകുന്നുള്ളൂ. ടെമ്പറേച്ചർ അത്യാവശ്യം കൂടുതലാണെങ്കിലും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എഫക്റ്റ് ഇവർക്ക് ഉണ്ടോ, ഇല്ല. കണ്ടോ, അങ്ങോട്ട് പോകേണ്ട ആ ടെൻഡൻസി ഇല്ല. അവിടെ ആ ഒരു സൈസ് കുറഞ്ഞ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയാം, മോളിക്യൂൾസ് ഹെവിയർ ആവുന്നുണ്ട് എങ്കിൽ, ഓക്കെ, ഹെവിയർ മോളിക്യൂൾ ടെൻഡ്സ് ടു ഹാവ് ദ സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ബിക്കോസ് മോളിക്കുലർ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ മോളിക്കുലർ മാസ്. ഓക്കെ, അതായത് മോളിക്കുലർ സ്പീഡ് ഇൻവേഴ്സ് റിലേഷൻ, നമുക്കറിയാം മാസ് കൂടുതൽ എന്ത് ചെയ്യും, സ്പീഡ് അവിടെ കുറയും. ഓക്കെ, മാസ് കൂടുന്ന സമയത്ത് ഇവരുടെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു പാർട്ടിക്കിൾസ് എന്താ സൈസ് അത്യാവശ്യം കുറവായിരുന്നു. ഓക്കെ, സൈസ് കുറവായ സമയത്ത് നമുക്ക് വേണമെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി ഒന്ന് കൂട്ടി കൊടുത്ത് നോക്കാം. ഓക്കെ, ഇൻക്രീസ് ചെയ്യിച്ച് നോക്കാം. ഓക്കെ, ഇപ്പൊ അത്യാവശ്യം പിന്നെ കൊളിഷന്റെ ഒരു കേസ് കേട്ടോ, കൊളിഷന്റെ ഒരു കേസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ഒരു റീസൺ ആണ് അവിടെ. ഓക്കെ, നമ്മൾ ഡിവൈഡർ ഒന്ന് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വരുന്നതിലും അത്യാവശ്യം നേരത്തെ ഒന്നും അത്രയും ഒരു സ്പീഡ് അവിടെ വരുന്നില്ല. പിന്നെ ഇതിലെന്ന് വെച്ചാൽ ഇപ്പൊ എണ്ണം കൂടുതല, രണ്ടും ഈക്വൽ എണ്ണം അല്ല. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കേസ് അവിടെ വരുന്നുണ്ട്. ബട്ട് നമ്മളിപ്പോൾ രണ്ട് ഈക്വൽ എണ്ണം ആക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഇതിന്റെ സൈസിന് ഉണ്ട്, അവിടെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പോൾ കൊളിഷന്റെ കേസ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ടെൻഡൻസി കാണിക്കുന്ന ആ ഒരു എന്താ പരസ്പരം തട്ടിട്ട് ആ ഒരു കൊളിഷൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ജസ്റ്റ് അവിടെ ആ ഒരു ഫസ്റ്റ് കേസിൽ ഞാൻ കാണിച്ചിരുന്നില്ലേ. ഓക്കെ, നമ്മളിപ്പോൾ നമ്പർ കുറച്ച് വെക്കുന്ന സമയത്ത് എന്ത് വരുന്നുണ്ട്, അവിടെ ആ ഒരു ഹെവിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എന്ത് കൂടുന്ന സമയത്ത്, റേഡിയസ് കൂടുന്ന സമയത്ത്, ഓക്കെ, ഇതിന്റെ മാസ് നമ്മൾ കൂട്ടുവാണെങ്കിലും എന്ത് ചെയ്യും, ഈ ഒരു പ്രോബ്ലം വരും. ഓക്കെ, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഫാക്ടറാണ് നമ്മുടെ എന്താ ഡിഫ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ നമുക്ക് അവിടെ പറയാൻ പറ്റും. ഓക്കെ, സോ എന്താ പറയുന്നത്, ഹെവിയർ മോളിക്യൂൾസ് ആണെങ്കിൽ, ഓക്കെ, ഹെവിയർ മോളിക്യൂൾസ് ആണെങ്കിൽ എന്ത് വരും, ഹെവിയർ മോളിക്യൂൾസ് ആണെങ്കിൽ ദ ഹെവിയർ മോളിക്യൂൾ ടെൻഡ്സ് ടു ഹാവ് സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, എന്തായിരിക്കും, സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, സ്മോളർ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാ, ബിക്കോസ് മോളിക്കുലർ സ്പീഡ്, ഓക്കെ, മോളിക്കുലർ സ്പീഡ് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, ദ മോളിക്കുലർ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു, ഓക്കെ, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു മോളിക്കുലർ മാസ്. ഓക്കെ, മോളിക്കുലർ മാസ്. ഓക്കെ, അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻവേഴ്സ് റിലേഷൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ ഒരു പ്രോബ്ലം എന്ത് ചെയ്യുന്നത് അവിടെ വരുന്നത്. മനസ്സിലായോ? സോ അപ്പോൾ ഇതാണ് എന്തിന്റെ കേസിൽ വരുന്നത്, നമ്മുടെ ആ ഒരു മോളിക്കുലർ മാസുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അവിടെ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് മോളിക്കുലർ സ്പീഡ് ടെമ്പറേച്ചർ അനുസരിച്ച് എന്ത് ചെയ്യും, കൂടും. ഓക്കെ, എന്താണ് അതായത് വി ക്യാൻ സേ the molecular speed will be increasing with increase in temperature. Okay, temperature കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നു, molecular speed വരുന്നുണ്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇതിലിപ്പോൾ ഡിഫ്യൂഷൻ ടെമ്പറേച്ചർ ഒരു ഓൺ ആവും നോക്കട്ടെ, ചില സിമുലേഷൻസ് ചില സമയത്ത് ഓപ്പൺ ആവത്തില്ല, എറേഴ്സ് കാണിക്കും. ഓക്കെ, നോക്കണം, ഓൺ ആവണമെങ്കിൽ അത് കാണിച്ചു തരാം. നോക്കിക്കോളൂ, ഇതിൽ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡിഫ്യൂഷനും ടെമ്പറേച്ചർ ഒരു ഡിപ്പെൻഡൻസി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഇതിലിപ്പോൾ നേരത്തെ പോലെ തന്നെ ബാലൻസ് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടുന്നു. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടുന്നുണ്ട്.
ഓക്കെ ആ ഒരു റാൻഡം മോഷൻ കണ്ടോ, ഇതിനകത്തുള്ള റാൻഡം മൂവ്മെന്റ്. ഓക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു റാൻഡം മോഷൻ അവരവിടെ എക്സിക്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമ്മളിന് എന്ത് പറയും, നമ്മൾ നേരത്തെ ടേം പറഞ്ഞു റാൻഡം വാക്ക് എന്ന് പറഞ്ഞു. ആ ഒരു മോളിക്യൂൾസിന്റെ ഒരു മൂവ്മെന്റ്. ഓക്കെ എന്താ റാൻഡം വാക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്, നമ്മൾ ട്രേസ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ അത്യാവശ്യം കൂട്ടുന്ന സമയത്ത് ഹയർ ടെമ്പറേച്ചർ കൊണ്ടുവന്നാൽ എന്ത് പറ്റുന്നുണ്ട്, ആ ഹയർ ടെമ്പറേച്ചർ കൊണ്ടുവന്ന സമയത്ത് അവിടെ മോളിക്യൂൾസിന്റെ ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ നമ്മളിപ്പോൾ ബാരിയർ ഒന്ന് റിമൂവ് ചെയ്യുവാണ്. ഓക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, അവരവിടെ മിക്സപ്പ് ആവും. ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യും, അവിടെ മിക്സപ്പ് ആയിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ അപ്പോൾ അത് ടെമ്പറേച്ചർ എന്ത് ചെയ്യാം, ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പോൾ ഞാൻ ലോവർ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാരിയർ റിമൂവ് ചെയ്യുവാണ്. ഓക്കെ അപ്പോൾ അത്രയും ആ ഒരു സ്പീഡിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മിക്സപ്പ് ചെയ്യാൻ പറ്റില്ല. അതേസമയം ടെമ്പറേച്ചർ കൂട്ടി കൊടുത്താലോ പെട്ടെന്ന് എന്ത് ചെയ്യും, മറ്റൊരുമായിട്ട് അവിടെ മിക്സപ്പ്. അപ്പോൾ ഇത് മിക്സിംഗ് ആണ് ശരിക്കും. ഈ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറയുമ്പോൾ ഒരു മിക്സിംഗ് ആണ്. ഓക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലൂയിഡുമായിട്ട് മറ്റൊരു എന്ത് ചെയ്യുന്നുണ്ട് അവിടെ മിക്സപ്പ് ആയിട്ട് വരുന്ന കേസാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡിറ്റർമിൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ സോ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഇതിൽ ഈ ഒരു റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ അപ്പോൾ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഓക്കെ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അത് റേറ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിഫ്യൂഷൻ. ഓക്കെ അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സ് നമുക്ക് വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ, ഓക്കെ നമ്മളിപ്പോൾ സിമുലേഷൻസ് വഴി നോക്കി, അല്ല നമുക്കിപ്പോൾ വിഷ്വലൈസ് ചെയ്യണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബീക്കർ എടുത്തതിന് ശേഷം ഉണ്ടല്ലോ. ഓക്കെ ഒരു ബീക്കർ എടുക്കുന്നു, ആ ബീക്കറിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഒന്ന് ഫുഡ് കളറോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഉജാലയില്ലേ, ഓക്കെ ബ്ലൂ കളർ ഉജാല, ഓക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ അതിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റിൽ വാട്ടറിലാണ് നമ്മൾ കെയർഫുള്ളി എന്ത് ചെയ്യുന്നു, ഒരു ഡ്രോപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മുടെ വാട്ടർ ആണെന്ന് വെച്ചാൽ കേട്ടോ, നമ്മുടെ വാട്ടറാണ്. ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള ഈ ഒരു കണ്ടെയ്നറിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കെയർഫുള്ളി ഞാൻ ഒരു ഡ്രോപ്പ് എന്തെങ്കിലും ഒരു കളർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഓക്കെ ഒന്നുകിൽ ഫുഡ് കളറോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ഡ്രോപ്പ് ചെയ്യാം, ഉജാലയോ അങ്ങനെ എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്താൽ മതി. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യും, ഇവർ മെല്ലെ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളതിങ്ങനെ വീഡിയോസ് കണ്ടിട്ടായിരിക്കും. ഓക്കെ ജസ്റ്റ് സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും, ഡ്രോപ്പിംഗ് ഓഫ് ഫുഡ് കളർ ഓൺ വാട്ടർ എന്നോ അങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ ഇപ്പോൾ ഞാൻ അത് കാണിച്ച ടൈം കളഞ്ഞ് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇവർ മെല്ലെ എന്ത് ചെയ്യാറുണ്ട്, നമ്മളിങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ ഇടയ്ക്ക് ഒരു ഇൻസ്റ്റയിൽ ഒരു ട്രെൻഡിങ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എന്താ നമ്മുടെ ആ ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരു മഞ്ഞൾ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, ഇടയ്ക്ക് ഇപ്പോഴല്ല ഒരു 2-3 മാസം മുൻപേ ഒക്കെ, ഓക്കെ ആ ഒരു കഴിഞ്ഞ വർഷത്തിൻ്റെ അവസാന ഭാഗമാണെന്ന് തോന്നുന്നു, ആ സമയത്ത് എന്തൊക്കെ ഞാൻ ട്രെൻഡിങ് ആയിരുന്നു. ഓക്കെ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റയിലും ഒക്കെ. ഓക്കെ അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു മഞ്ഞപ്പൊടി ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, മെല്ലെ ഇങ്ങനെ ഡിഫ്യൂസ് ചെയ്യുക, അത് ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. ഓക്കെ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഗ്രാജുവലി അങ്ങനെ സ്പ്രെഡ് ആയിട്ട് വരാറുണ്ട്. സ്പ്രെഡ് എന്ത് ചെയ്യും, എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ അവിടെ സ്പ്രെഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്പ്രെഡ് ആയിട്ട് വരുന്ന ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയാറുണ്ട്, ഇതിനെ പറയുന്ന പേര്, കാരണം അവിടെ നമ്മൾ എക്സ്റ്റേണലി ഒന്നും ട്രിഗർ ചെയ്യുന്നില്ല. ഓക്കെ എന്ത് ചെയ്യുന്നില്ല, എക്സ്റ്റേണലി ട്രിഗർ ചെയ്യുന്നില്ല. അപ്പോൾ ട്രിഗർ ചെയ്യാതെ നമ്മൾ എടുക്കുന്ന ആ ഒരു ഡിഫ്യൂഷനെ പറഞ്ഞ പേരാണ് ഫ്രീ ഡിഫ്യൂഷൻ എന്ന് പറയും. ഓക്കെ എന്താണ് ഫ്രീ ഡിഫ്യൂഷൻ. നമുക്ക് ജസ്റ്റ് ആ ഒരു വീഡിയോ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. പറയും ഏതിൻ്റെയാണ്, അങ്ങനെ നിങ്ങളുടെ സിലബസ് ബേസ് ചെയ്തിട്ടൊരു വീഡിയോസ് ഉണ്ടാകത്തില്ല. ബട്ട് ഇതുപോലെ കാണുന്ന വീഡിയോസിൽ പലതും നിങ്ങൾക്ക് പഠിക്കേണ്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ഇത് നമ്മുടെ ഞാനിപ്പോൾ കാണിക്കുന്നില്ല, ഈ ഒരു വീഡിയോ ഇത് ശരിക്കും എന്താണ്, നമ്മളിപ്പോൾ ജസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് കണ്ടങ്ങ് പോകുന്ന വീഡിയോസാണ്. ഓക്കെ ബട്ട് ഇതിനകത്ത് നടക്കുന്ന പ്രോസസ് എന്താണ്, ഡിഫ്യൂഷൻ പ്രോസസ് ആണ്. ഇപ്പോൾ ഇത് ഇടയ്ക്ക് വെച്ച് ഇൻസ്റ്റയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു ടർമറിക് പൗഡർ നമ്മുടെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടതിന് ശേഷം എന്ത് ചെയ്യും, അവിടെ ഒരു ഡിഫ്യൂഷൻ നടക്കുന്നത്. ബട്ട് അവിടെ ഡിഫ്യൂഷൻ രീതിയിലല്ല, അന്നെന്താ വൈറലായിട്ട് പോകുന്നത് വെച്ചാൽ ഇങ്ങനെ ആ ഒരു കളർ കോമ്പിനേഷൻ കാണുന്നതും ഒക്കെ അങ്ങനെ പല രീതിയിലാണ് എന്ത് ചെയ്തത് അവിടെ വന്ന് കണ്ടുകൊണ്ടിരുന്നത്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ കാണുന്ന സമയത്ത് അത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്, എന്താ പ്രോസസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം അവിടെ മനസ്സിലാക്കി എടുക്കണം. ഓക്കെ ഇതിപ്പോൾ ജസ്റ്റ് നമ്മളൊരു ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്. പ്ലേസ് ചെയ്ത് എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വാട്ടർ ഉണ്ട് എന്ത് ചെയ്യും അതിൽ പ്ലേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് ചെയ്യുന്ന ശേഷം നമ്മൾ അതിൽ ജസ്റ്റ് 1 ഡ്രോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഉജാല വേണമെങ്കിൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ കാണുന്നത് ടർമറിക് പൗഡർ. ഓക്കെ അവിടെ സമയം എന്ത് ചെയ്യും, മെല്ലെ അത് സ്പ്രെഡ് ആയിട്ട് വരും. ഈ പ്രോസസ് ആണ് എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇത് പഠിക്കേണ്ട വീഡിയോ ആയിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നത്, അങ്ങനെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ചില്ല ആ ഒരു വീഡിയോ കൂടി, ഫുഡ് കളറിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അത് വരുന്ന എല്ലാ വീഡിയോസും എന്താ നമുക്ക് പഠിക്കേണ്ട വീഡിയോസ് എന്നല്ല.
ബട്ട് അതിനകത്ത് എന്തുണ്ട്, പഠിക്കേണ്ട വീഡിയോസും അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പോൾ ഫുഡ് കളർ ഓയിലും വാട്ടറിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ് ഉണ്ട്. നിങ്ങളിപ്പോൾ ജസ്റ്റ് ടൈം കിട്ടുന്ന സമയത്തൊന്ന് നോക്കുക കേട്ടോ. അതിനകത്ത് ഞാനിപ്പോൾ ഒരെണ്ണം കാണിച്ചു തരാം. ഞങ്ങൾക്ക് നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഒരു ലാഗിങ് വരുന്നത്. ഇതിപ്പോൾ ഫുഡ് കളറാണ്. ഈ ഒരു പ്രോസസ് നമ്മൾ പറഞ്ഞത്, നമ്മളിപ്പോൾ മെല്ലെ ഒരു ഫുഡ് കളർ ആ വാട്ടറിൽ വയ്ക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, മെല്ലെ താഴോട്ട് വരും. അപ്പോൾ ഈ ഒരു പ്രോസസ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുന്നത് നോർമലി എല്ലാം ഡിഫ്യൂഷൻ തന്നെയാണ്, ബട്ട് ഇതിലിപ്പോൾ ഒരു ഓയിൽ കൂടി മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് ഇത്രയും സ്ലോയിൽ വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് എടുത്തുകൊണ്ട് റീസൺ ഇതൊരു സ്ലോ ഡിഫ്യൂഷൻ ആണ്, അല്ലെങ്കിൽ എന്താ പറയാം, ഫ്രീ ഡിഫ്യൂഷൻ എന്ന് പറയാം. കാരണം ഇത് നമ്മൾ പ്രത്യേകിച്ച് അവിടെ ഒരു ബാരിയറോ അതിനൊന്നും പ്ലേസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് നമ്മളൊരു ഫുഡ് കളറോടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് അത് ഇങ്ങനെ മിക്സപ്പ് ആയി വരുവാണ്. ഓക്കെ, പിന്നെ നമ്മൾ എക്സ്റ്റേണൽ ഒരു ടെമ്പറേച്ചർ ചേഞ്ചോ അങ്ങനെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, വി ക്യാൻ സേ ഇറ്റ് ആസ് എ ഫ്രീ ഡിഫ്യൂഷൻ. ഓക്കെ, നമ്മളതിനെ പറയുന്ന പ്രോസസ് എന്താണ്, ഫ്രീ ഡിഫ്യൂഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രീ ഡിഫ്യൂഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ട്രിഗറിംഗ് ഒന്നും കൊടുക്കുന്നില്ല, നോ ട്രിഗറിംഗ്. ഓക്കെ, ട്രിഗറിംഗ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയത് അതൊരു ട്രിഗറിംഗ് ആണ്. ഓക്കെ, പിന്നെ എന്തില്ല, ദർ ഇസ് നോ ബാരിയർ. ഓക്കെ, എന്താണ്, ദർ ഈസ് നോ ബാരിയർ. ഓക്കെ, എന്തില്ല, അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ബാരിയർ എന്തില്ല, അവിടെ വരുന്നില്ല. ഓക്കെ, അത് പറയാൻ പറ്റും. ദെൻ ഇതിൽ നമ്മൾ ഏത് നോക്കിയാലും അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു മോളിക്കുലർ മോഷൻ എപ്പോഴും റാൻഡം ആയിരിക്കും. നമ്മളിപ്പോൾ ആ ഒരു വീഡിയോയിൽ കണ്ട സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ എന്താണ്, ഇറ്റ് ഈസ് ഓൾസോ എ റാൻഡം മോഷൻ. ഓക്കെ, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഒരു റാൻഡം മോഷൻ. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോൾ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും അല്ലെങ്കിൽ ഈ സൈഡോട്ട് പോകും, നമുക്കൊരു പ്രെഡിക്റ്റബിൾ അല്ല. ഓക്കെ, ഈ ലിക്വിഡ് എങ്ങോട്ട് പോകുന്ന അതിന്റെ ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് മാത്രമാണ്. സോ നമുക്ക് തന്നെ പറയാൻ ഒരു കയോട്ടിക് മോഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ എന്ന് പറയാം ഇറ്റ് ഈസ് എ റാൻഡം മോഷൻ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ മെൻഷൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്, ഇറ്റ് ഈസ് ബേസിക്കലി എ റാൻഡം മോഷൻ ആണ്. ഓക്കെ, അപ്പോൾ മോളിക്കുലർ മോഷൻ എപ്പോഴും റാൻഡം ആണ്. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കലി എന്ത് ചെയ്യാം, ഒരു ജസ്റ്റ് ഒരു ആവറേജ് വാല്യൂ മാത്രമേ നമുക്ക് അവിടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ആവറേജ് വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോൾ നമുക്ക് മൂവ്മെന്റ് പറയാൻ പറ്റുന്നത് that is always moving from higher concentration. Okay, എന്താണ്, higher concentration to lower concentration. Okay, അപ്പോൾ higher concentration നിന്ന് lower concentrationലോട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ മോളിക്യൂൾസ് എപ്പോഴും മൂവ് ചെയ്യുന്നത്. ഓക്കെ, റാൻഡം മോഷൻ ആണെങ്കിലും ഓക്കെ എന്തായിരിക്കും, വിച്ച് ഇസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ഏരിയ ടുവേഴ്സ് ദ ലോവർ കോൺസെൻട്രേഷൻ ഏരിയ. അപ്പോൾ ഇതാണ് ഒരു നെറ്റ് മൂവ്മെന്റ് എന്ത് ചെയ്യുന്നത് അവിടെ തരുന്നത്. അതായത് ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ എന്ന് മനസ്സിലായില്ലേ. നമ്മളിപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ബേസിസ് നോക്കിയാലും നമ്മളിപ്പോൾ വാട്ടർ ടാങ്ക് പ്ലേസ് ചെയ്യുന്നത് വീടിന്റെ മുകളിൽ. ഓക്കെ, വീടിന്റെ മുകളിൽ വാട്ടർ ടാങ്ക് വയ്ക്കുമ്പോൾ മുകളിൽ എന്ത് ചെയ്യും, താഴോട്ട് വരും. അതൊരു ഹയർ ഏരിയ ആണ്, ലോവർ ഏരിയയിൽ എന്ത് ചെയ്യുന്നത്, വെള്ളം വരുന്നത്. അപ്പോൾ അതേപോലെ അത് വേറെ പൊട്ടൻഷ്യൽ എനർജിയാണ്. ഇതെന്താണ്, ഇത് ഡിഫ്യൂഷൻ. അപ്പോൾ ഡിഫ്യൂഷനിന്റെ ഓസ്മോസിസ് പ്രോസസ് ഒക്കെ എപ്പോഴും ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷനാണ് എന്ത് ചെയ്യുന്നത്, മൂവ്മെന്റ് നടത്തുന്നത്. ഓക്കെ, മനസ്സിലായോ അത്? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടുത്തെ ഈ ഒരു നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ്. നമ്മളിപ്പോൾ ഡിഫ്യൂഷൻ റേറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു, കുറച്ച് കേസസ് പറഞ്ഞു. ഓക്കെ, ഡയറക്ഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, what are the factors that were depending net diffusion rate. Net diffusion rate എന്ന് വെച്ചാൽ ടോട്ടൽ ഡിഫ്യൂഷൻ റേറ്റ് ആണ് നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഡിഫ്യൂഷൻ റേറ്റ്. അപ്പോൾ നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യാം, ഈ നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിനാണ്. ഓക്കെ, എന്തൊക്കെയായിരിക്കും രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, what are the two factors which were depending the net diffusion rate. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഓക്കെ, എന്താണ് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഫാക്ടർ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ ഫാക്ടർ എന്താണ്, സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ദ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, എന്താണ് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒന്ന് നെറ്റ് ഡിഫ്യൂഷൻ റേറ്റും മറ്റൊന്ന് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, ഇത് രണ്ടുമാണ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദീസ് വെർ ഫാക്ടേഴ്സ് വിച്ച് വെർ ഡിപ്പെൻഡിങ് നെറ്റ് ഡിഫ്യൂഷൻ റേറ്റ്. അതായത് കോൺസെൻട്രേഷൻ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ദാറ്റ് വെർ മൂവിങ് ബിറ്റ്വീൻ ദ റീജിയൻ എ ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഹയർ കോൺസെൻട്രേഷൻ ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു കേസാണ്. അപ്പോൾ അങ്ങനെ ഹയർ നല്ലൊരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അത് ജസ്റ്റ് വേറെ എക്സാമ്പിൾ ഒന്നും വേണ്ട. നമ്മൾ ഈ ഒരു ഞാൻ വാട്ടർ ടാങ്കിന്റെ കേസ് പറഞ്ഞു. വാട്ടർ ടാങ്കിന് ഇപ്പോൾ നമ്മൾ രണ്ട് കണ്ടെയ്നറിൽ വെള്ളം എടുക്കുന്നു. ഓക്കെ, എടുത്തതിന് ശേഷം
നമ്മളിപ്പോൾ ട്യൂബ് വഴി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ഉയരം കൂടുന്നുണ്ടോ അതനുസരിച്ച് ഫ്ലോ റേറ്റ് എന്ത് ചെയ്യും അവിടെ കൂടും. ഓക്കെ, അതായത് നമ്മളിപ്പോൾ വീട്ടിലെ മുകളിൽ ടാങ്ക് വെച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ നിലയിലും ഗ്രൗണ്ട് ഫ്ലോർ നോക്കുന്ന സമയത്ത് ഏതായാലും കൂടുതൽ ഫോഴ്സ് ഉള്ള വെള്ളത്തിന് നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ടാപ്പർ നോക്കിയാൽ മതി, നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലെ വാട്ടറിനായിരിക്കും കുറച്ചുകൂടി എന്താ സ്പീഡ് കൂടുതൽ. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ അതായത് ടാങ്ക് ഇരിക്കുന്ന ആ ഒരു തൊട്ട് താഴത്തെ നിലയിൽ നോക്കുവാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഫ്ലോ അവിടെ കുറവായിരിക്കും. ഓക്കെ, ബിൽഡിംഗിലെ കേസിലൊക്കെ അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെയാണ് ഇവിടുത്തെ കേസിൽ നമ്മുടെ ഹൈറ്റ് ഡിഫറൻസ് അല്ലെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് എത്രത്തോളം കൂടുന്നുണ്ടോ അതനുസരിച്ച് എന്ത് ചെയ്യും നമ്മുടെ ഈ ഡിഫ്യൂഷൻ അവിടെ എന്തായിരിക്കും അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, സോ ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു മറ്റൊരു കേസാണ് ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് എന്തിനുണ്ട് വിച്ച് ഇസ് ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ഈ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് വീണ്ടും 1-2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സബ് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. That is the diffusion constant depending upon another case that size. Okay, നമ്മൾ നേരത്തെ കണ്ടു മോളിക്യൂൾസിന്റെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ദെൻ അതുപോലെ തന്നെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു ഫാക്ടർ ഡിപ്പെൻഡ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ദ ഫ്ലൂയിഡ് പ്രോപ്പർട്ടി. ഓക്കെ, എന്താണ് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിനെയും എന്തിനുണ്ട് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ സൈസ്, ടെമ്പറേച്ചർ, ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. ഓക്കെ, ഉണ്ടോ ഡിഫ്യൂഷൻ കോൺസ്റ്റന്റ് ഈ 3 ഫാക്ടേഴ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ബേസിക്കലി നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മുടെ ബയോളജിക്കലി നമ്മൾ നോക്കിയാൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ്. കെമിസ്ട്രി നമ്മൾ പഠിക്കാനാണ് ഡിഫ്യൂഷൻ. ഓക്കെ, നമുക്ക് അതിന്റെ തിയറീസ് നമ്മൾ നിൽക്കുന്ന ഫിസിക്സിലാണ്. ബട്ട് ഇതിന്റെ നമ്മുടെ മെയിൻ ഡേ ടു ഡേ ലൈഫ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരു കേസ് നിങ്ങൾക്ക് സിംപ്ലി പറഞ്ഞു തന്നു. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഫുഡൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പായസം വെക്കുകയോ അല്ലെങ്കിൽ മീനൊക്കെ പൊരിക്കുന്ന സമയത്തൊക്കെ നല്ല സ്മെല്ല് നമുക്ക് അടിക്കാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ്? ബിക്കോസ് അവിടെ ആ ഒരു ഹീറ്റ് വരുന്ന സമയത്ത്, ഹീറ്റ് ആവുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡിഫ്യൂഷൻ കൂടും. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ആ ഒരു ലോ ലെവൽ ഓഫ് എക്സാമ്പിൾസ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമ്മുടെ ഫിസിക്സിലോട്ട് വരുമ്പോൾ നമുക്കെല്ലാം ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ വലിയ വലിയ കെമിക്കൽസിന്റെ പേരെന്ന് വെച്ച് പറയാത്തത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, പിന്നെ എക്സാമിനേഷനിൽ പോയി ഇതൊന്നും എഴുതി വെക്കരുത്, മീൻ പൊരിക്കുമ്പോഴുള്ള സ്മെല്ല്. ഓക്കെ, പിന്നെ അത് എഴുതാം ഫ്രൈയിങ് ഓഫ് അങ്ങനെ ഹീറ്റിംഗ് ഓഫ് ഫുഡ്. ഓക്കെ, സ്മെൽ ഫ്രം അങ്ങനെ ആ ഒരു കുറച്ചുകൂടി സ്റ്റാൻഡിൽ വേണം എഴുതാനായിട്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ പറഞ്ഞു തരുന്നത് കേട്ടോ. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് നമുക്ക് കെമിക്കലിലേക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. പല കെമിക്കൽസിന്റെ സ്മെല്ലും അല്ലെങ്കിൽ കെമിക്കൽസ് തമ്മിൽ മിക്സ് ആവുന്നതും ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് അതിലോട്ട് പോകാത്തത് നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ മനസ്സിലാക്കാൻ വേണ്ട. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ഡിഫ്യൂഷനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഡിഫ്യൂഷന്റെ കേസ് നമ്മൾ ഇനി ബയോളജിക്കലി നോക്കുവാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ, ഓക്കെ, ഹ്യൂമൻ ബോഡീസിലായാലും അല്ലെങ്കിൽ നമ്മുടെ അനിമൽസ് ബോഡീസിലായാലും ഓക്കെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ബോഡീസിലൊക്കെ നമുക്ക് ശരിക്കും അവിടെ നമ്മുടെ ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഓക്കെ എന്താണ് ന്യൂട്രിയൻസ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ദെൻ അതുപോലെ തന്നെ ബോഡിയിലെ വേസ്റ്റ് റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഡിഫ്യൂഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഡിഫ്യൂഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ബേസിക്കലി നമ്മുടെ സാധാരണ ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ അനിമൽ ബോഡീസ്, പ്ലാന്റ്സ് ബോഡീസ് മീൻസ് നമുക്കറിയാം കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ്. ഓക്കെ, അതായത് ഒരുപാട് ടിഷ്യൂസും സെൽസും ഒക്കെ ഫോം ചെയ്ത് കോംപ്ലക്സ് സ്ട്രക്ചറാണ് നമ്മുടെ ഹ്യൂമൻ ബോഡീസ് അല്ലെങ്കിൽ അനിമൽ ബോഡീസ് എന്ന് പറയുന്നത്. ബട്ട് ഇതിൽ മാത്രമല്ല നമ്മൾ ഈ ഡിഫ്യൂഷൻ ഏറ്റവും കൂടുതൽ ഉപകാരമുള്ള ആർക്കെന്ന് അറിയാമോ? നമ്മുടെ സ്മോൾ ഓർഗാനിസത്തിലാണ്. ഓക്കെ, അതായത് സിംഗിൾ സെൽ നമ്മുടെ അമീബ അതുപോലെ പാരമീസിയം പോലുള്ള എലിമെന്റ്സ് അല്ല അതുപോലത്തെ ഉള്ള നമ്മുടെ ഓർഗാനിസംസ് ഇല്ലേ. അപ്പോൾ ഇത്തരം ഓർഗാനിസത്തിലൊക്കെ നമുക്ക് ഈ ഡിഫ്യൂഷൻ എന്താണ് വളരെ ഉപകാരമാണ്. എന്തിനു വേണ്ടി? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിസപ്ഷൻ ഫോർ സെല്ലുലാർ എക്സ്ചേഞ്ച്. ഓക്കെ, എന്താണ് സെല്ലുലാർ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്താണ് വളരെ ഉപകാരമുള്ള ഒരു കേസാണ് എന്ത് പറയുന്നത്? ഒരു മോളിക്കുലർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ ഡിഫ്യൂഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ശരിക്കും ഈ ഒരു അങ്ങനെ പറയേണ്ട റീസൺ നമ്മുടെ ബോഡിയിലും എന്ത് ചെയ്യാറുണ്ട്? ഈ ഡിഫ്യൂഷൻ പ്രോസസ് ഉണ്ട്. ബട്ട് നമ്മുടെ ലാർജർ ഓർഗാനിസത്തിൽ നമുക്ക് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതായത് ബ്ലഡ് വെസൽസ് ദെൻ അതുപോലെ തന്നെ വെയിൻസ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സർക്കുലേറ്ററി സിസ്റ്റംസ് ഉണ്ട്. പിന്നെ പൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അതിൽ നമ്മുടെ ബോഡി മീൻസ് കുറച്ച് കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ബോഡിയിൽ പ്രോസസ് ചെയ്യാൻ പല ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇരിക്കട്ടെ. ബട്ട് അതേസമയം നമ്മുടെ ഈ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസത്തില്ലേ, ഓക്കെ, അപ്പോൾ അതിലൊക്കെ വരുന്ന സമയത്ത് അവിടെ ജസ്റ്റ് എന്താ ഈ പ്രഷർ ഡിഫറൻസ് ഈ ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് വഴി മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവിടെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും സെല്ലർ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ എന്ത് ചെയ്യുള്ളൂ? അവിടെ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു കേസ് എന്തുണ്ട് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇതിനെ അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓസ്മോസിസും പിന്നെ എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ സമയം നമ്മുടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ അതിലോട്ട് പോകുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡിഫ്യൂഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഡിഫ്യൂഷൻ റേറ്റിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, പിന്നെ ഡിഫ്യൂഷൻ്റെ ഡയറക്ഷൻ. ഓക്കെ, ഡിഫ്യൂഷൻ ഡയറക്ഷൻ മീൻസ് എന്താണ്? ഇറ്റ് ഈസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടുവേഴ്സ് ദ ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഹയർ കോൺസെൻട്രേഷൻ എന്ന ലോവർ കോൺസെൻട്രേഷനിലൊക്കെ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആ ഒരു എന്താ ഡിഫ്യൂഷൻ പ്രോസസ് നടക്കുന്നത്, അതാണ് അതിൻ്റെ ആ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ ആ ഒരു ടോപ്പിക് നോക്കുക. നമുക്കിനി അടുത്തതിൽ നോക്കേണ്ടത് ഓസ്മോസിസും ഡയാലിസിസും എന്തെന്നാണ്.
ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ മീൻസ് അങ്ങനെ ഭയങ്കരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. പ്രോബ്ലം സെഷൻസ് ഒക്കെ ഇരുന്ന ഈ ഒരു യൂണിറ്റ് നമുക്ക് ഉണ്ടാവത്തില്ല, വലുതായിട്ട് ഉണ്ടാവത്തില്ല. ഓക്കെ, ഇതിലിപ്പോൾ വാട്ട് ഈസ് ഡിഫ്യൂഷൻ റേറ്റ്, ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. പിന്നെ ഒരു ഇക്വേഷനിൽ പഠിക്കാനുള്ളൂ, ജസ്റ്റ് ആ ഒരു XRMS √2dt എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. അതായത് നമുക്ക് മീൻ ഫ്രീ പാത്ത് എത്രയാണെന്ന രീതിയിൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ആ സമയം നമ്മുടെ യൂണിറ്റ് യൂണിറ്റ് അല്ല, നമ്മുടെ ഈ ടോപ്പിക് നമ്മുടെ സെമസ്റ്ററിന്റെ മെയിൻ പേപ്പേഴ്സ് എല്ലാം ടോപ്പിക്സ് എല്ലാം തീരുന്നുണ്ട്, പേപ്പേഴ്സ് അല്ല ടോപ്പിക്സ് എല്ലാം തീരുന്നുണ്ട്. പിന്നെ ആ ഒരു ബ്യൂട്ടി ഓഫ് ഡിഫോർമേഷൻ ആണ് നമുക്ക് ഇതിനാവില്ല പെൻഡിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അവരുടെ ഡിസ്കസ് ചെയ്ത് ഓസ്മോസിസിനെ കുറിച്ചിട്ടൊക്കെ. ഓക്കെ, സോ താങ്ക് യു.